കേരളത്തിലെ 3 മുന്നണികളും ഇപ്പോൾ പാർട്ടിപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഒരാളെ തീരുമാനിക്കുന്നതിലുമൊക്കെ ജാതീയ മത വർഗ സന്തുലനാവസ്ഥ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരന് പകരക്കാരനായി ആര് വേണമെന്ന ചോദ്യത്തിന് ഈഴവ സമുദായത്തിന് പിന്തുണ ലഭിക്കുവാൻ വേണ്ടി അടൂർ പ്രകാശിനെ KPCC അധ്യക്ഷനാക്കാമെന്ന ഒരു വാദം ഒരു തലത്തിൽ ഉയരുകയും എന്നാൽ ബെന്നി ബെഹന്നാനെ KPCC അധ്യക്ഷനാക്കിക്കൊണ്ട് ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ടുകൾ തിരികെ പിടിക്കാമെന്നൊരു ധാരണയും അവിടെ ഉയർന്നിരുന്നു. ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ കണ്ണൂർ ലോബിയിലേക്ക് സംസ്ഥാന നേതൃപദവി ഒതുങ്ങിപ്പോകുന്നു. അവിടെ മറ്റൊരു ജില്ലക്കാരെയും കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ളൊരു വാദം ഉയർന്നു വന്നിരുന്നു. BJPയിലും അത്തരത്തിൽ പല വാദങ്ങളുമുണ്ട്. ഇപ്പോൾ BJPക്കുള്ളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് സ്ഥാനവും പരിഗണനയും ലഭിക്കുന്നില്ല എന്നൊരു വാദം ഉയർന്നിരിക്കുകയാണ്. യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസിൻ്റെ കത്തോലിക്ക സ്ഥാനാരോഹണത്തിലുള്ള കേന്ദ്ര സംഘത്തിൽ BJPയിൽ നിന്നുള്ള യാക്കോബായ പ്രതിനിധിയെ തഴഞ്ഞതിൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. BJP മൈനോറിറ്റി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KP പോൾ യാക്കോബായ സഭാംഗമാണ്. മാത്രമല്ല യാക്കോബായ സഭാ മാനേജ്മെൻറ്റ് കമ്മിറ്റികളിലും അംഗമാണ് ഇദ്ദേഹം. ഈ സഭയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന BJP നേതാവും മൈനോറിറ്റി മോർച്ച നേതാവുമാണ് പോൾ. പക്ഷേ RC വിഭാഗത്തിൽ നിന്നുള്ള ആൽഫോൺസ് കണ്ണന്താനവും അടുത്തിടെ പാർട്ടിയിലെത്തിയ ഷോൺ ജോർജുമാണ് കേന്ദ്ര സംഘത്തിൽ ഇടം പിടിച്ചത്. ഒപ്പം കോൺഗ്രസ് MPയും സഭാംഗവുമായ ബെന്നി ബെഹന്നാനാണ് സംഘത്തിൽ ഇടം നൽകുകയും ചെയ്തത്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും സംഘത്തിലുണ്ട്. മാർച്ച് 25-ന് ലെബനനിൽ പത്രിയാർക്കോ അരമനയോട് ചേർന്നുള്ള സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. V മുരളീധരൻ്റെ ഇടപെടലിലാണ് ഷോൺ ജോർജിന് സംഘത്തിൽ ഇടം ലഭിച്ചതെന്ന് BJPയിൽ ഒരു വിഭാഗത്തിൻ്റെ ആരോപണം ഉയർന്നിട്ടുണ്ട്. മധ്യകേരളത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവ സഭയിൽ നിന്നും ഇപ്പോൾ BJPയിലേക്ക് പുതിയ അംഗങ്ങൾ ചേരാൻ മടിക്കുന്നതിന് കാരണം PC ജോർജിൻ്റെയും മകൻ ഷോൺ ജോർജിൻ്റെയും പാർട്ടിയിലെ സാന്നിധ്യമാണെന്ന ആരോപണം ഉയർന്നിരിക്കുകയാണ്. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുറച്ച PCയുടെ ജനപക്ഷം ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം തുടർന്നിരിക്കുകയാണ്. മുമ്പ് SDPIയുമായി ചേർന്ന് കാലങ്ങളോളം വർഗീയ കാർഡിറക്കിയ ജോർജ് ഇപ്പോൾ ക്രൈസ്തവ സംരക്ഷണത്തിൻ്റെ പേരിൽ അവതരിച്ചിരിക്കുന്നതിനെതിരെ വിശ്വാസികൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. അതിനാൽ ഇരുവരെയും പാർട്ടിയിൽ അധികം പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന റിപ്പോർട്ട് പല നേതാക്കളും പാർട്ടിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതിനിടെയാണ് യാക്കോബായ സഭ കത്തോലിക്കയുടെ സ്ഥാനാരോഹണത്തിൽ കോൺഗ്രസ്സുകാരനായ യാക്കോബായ സഭാംഗത്തെ ഉൾക്കൊള്ളിക്കുകയും സഭാംഗമായ BJP നേതാവിനെ തഴയുകയും ചെയ്തത് വിവാദമായിരിക്കുന്നത്. ഫലത്തിൽ യാക്കോബായ സഭാംഗമായ കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹന്നാൻ MP ഉൾപ്പെട്ടതോടെ ഇപ്പോഴത്തെ കേന്ദ്ര സംഘത്തെ നിശ്ചയിച്ചുകൊണ്ട് കോൺഗ്രസിന് ഗുണവും BJPക്ക് ദോഷവുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിലെ ഒരു പരിഗണന പോലെ ലഭിക്കേണ്ട ഒരു പരിഗണനയായിരുന്നു ഈ സംഘത്തിനുള്ളിൽ ലഭിക്കേണ്ട പരിഗണന. പക്ഷേ അവിടെ യാക്കോബായ സഭയിൽപ്പെട്ടൊരു നേതാവിന് പരിഗണന ലഭിക്കുന്നില്ല എന്നും അതിൽ നേട്ടമുണ്ടായിട്ടുള്ളത് കോൺഗ്രസിനാണ് എന്നുള്ള കണക്കൂട്ടലാണ് ഇപ്പോൾ BJPക്കുള്ളിലെ യാക്കോബായ അംഗത്തിന് കാര്യമായ രീതിയിൽ പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ള ചർച്ചയാണ് കാര്യമായ രീതിയിൽ ഉയർന്നു വരുന്നത്.